हम लोगों ने भी बहुत सरकारें चलाई हैं। कभी देखा आपने कि सीसीटीवी जो कि पब्लिक प्लेस है, പട്നയിലെ മൗര്യ ഹോട്ടലും അമിത്ഷായുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. सीसीटीवी कवर कर दिया जा रहा है कि उनके गृह मंत्री यहाँ है। किससे मिल रहे हैं भाई? छिप छिप कर गृह मंत्री, देखिए ये रहा आपका सीसीटीवी। അമിത്ഷാ ഹോട്ടലിൽ എത്തുമ്പോൾ ലിഫ്റ്റിലെ അടക്കം CCTV ക്യാമറകൾ പേപ്പർ കൊണ്ട് ഒട്ടിച്ചു മറയ്ക്കുന്നു. 2 रात को इनको पता चल जाता है कि 3 तारीख को सुबह 10 बजे रश होगा. 2-ാം തീയതി രാത്രി ഇവർക്ക് എങ്ങനെ അറിയാൻ കഴിയും 3-ാം തീയതി രാവിലെ 10 മണിക്ക് തിരക്കുണ്ടാകുമെന്ന്? बंगाल कर्नाटका तमिलनाडु से क्यों नहीं मंगाए भाई? ബംഗാൾ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസിനെ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? केरला से क्यों नहीं आ रहा? കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പോലീസ് സേന വരാത്തത്? സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് മോഷ്ടിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന ആരോപണം സജീവമാണ്. പല BJP നേതാക്കളുടെ പ്രവർത്തകരുടെയും ഇരട്ട വോട്ടുകൾ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ വിവാദമായിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായും 3 ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുന്നത്. ഒന്ന്, ഹരിയാനയിലെ കർണാലിൽ നിന്ന് ബീഹാറിലേക്ക് ആളുകളെ നിറച്ച് ട്രെയിനുകൾ എന്തിനു പോയി? അൺഷെഡ്യൂൾഡ് ട്രെയിനുകൾ ആരുടെ ചെലവിൽ ഓടിച്ചുവെന്ന് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭാ MP കപിൽ സിബലാണ്. 2, ആദ്യഘട്ട വോട്ടെടുപ്പ് 6-ാം തീയതി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും സ്ത്രീ പുരുഷ വോട്ടർമാരുടെ ശതമാനം നൽകുന്നില്ല എന്ന് ചോദിക്കുന്നത് RJD നേതാവ് തേജസ്വി യാദവാണ്. 3, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി വന്ന പോലീസ് സേനയും ഉദ്യോഗസ്ഥരുമെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി അമിത്ഷാ പട്നയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ട് മോഷണം നടത്താനുള്ള ഗൂഢമായ നീക്കങ്ങളാണ് എന്നാണ് പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നത്. എന്തായാലും ഒന്നിനും പതിവ് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നില്ല. പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിലൂടെ, ഈ സംശയങ്ങളിലൂടെ വിശദമായി സഞ്ചരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം കപിൽ സിബൽ ഉന്നയിച്ച ട്രെയിനിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. 2 तारीख को कहते हैं कि 3/11 को अगले दिन रश होगा. एक्स्ट्रा ट्रेन अनशेड्यूल तो तभी लगाई जाएगी तो उसी समय रश होगा, तो बताएंगे भैया अनशेड्यूल ट्रेन ज़रूरी है. 2 रात को इनको पता चल जाता है कि 3 तारीख को सुबह 10 बजे रश होगा. ठीक है, और फिर वो कहते हैं अनरिजर्व्ड. ये तो रिजर्व्ड थी. കപിൽ സിബലിന്റെ ആരോപണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ, കഴിഞ്ഞ 3-ന് ഹരിയാനയിലെ കർണാൽ, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ നിന്ന് ബീഹാറിലെ ഭഗൽപൂർ, പട്ന എന്നിവിടങ്ങളിലേക്ക് 4 ട്രെയിനുകൾ ഓടിച്ചുവെന്നാണ് കപിൽ സിബൽ തെളിവ് സഹിതം പുറത്തുവിട്ടത്. 4 ട്രെയിനുകളിൽ കൂടി 6000 പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. സിബൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: ഹരിയാനയിൽ നിന്ന് മാത്രം ബീഹാറിലേക്ക് എന്തിനാണ് സ്പെഷ്യൽ ട്രെയിൻ? ഈ 6000 ആളുകൾ ബീഹാറിൽ നിന്നുള്ളവരായതുകൊണ്ട് അവർ അവിടെ ചെന്ന് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ യഥാർത്ഥ വോട്ടർമാരാണെങ്കിൽ അവർ സ്വന്തമായി ട്രെയിനിൽ പോകും. സ്പെഷ്യൽ ട്രെയിൻ എന്തിന്? ഇക്കാര്യം കപിൽ സിബൽ റെയിൽവേ മന്ത്രിയോട് തന്നെ ചോദിച്ചു. പക്ഷെ അതിന് റെയിൽവേ മന്ത്രി മറുപടി നൽകിയില്ല. പകരം റെയിൽവേ മന്ത്രാലയത്തിന്റെ മറുപടി സിബലിന്റെ സംശയം ഊട്ടി ഉറപ്പിക്കുന്നതാണ്. ഉത്സവ സീസണുകളിൽ 12,000 സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചിരുന്നു എന്നാണ് മന്ത്രാലയത്തിന്റെ മറുപടി. ഇതിനെ സിബൽ പൊളിച്ചടുക്കി. അദ്ദേഹം വീണ്ടും 3 ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു. സിബൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഇതാണ്: ഉത്സവ സീസൺ ഒക്ടോബർ 28-ന് അവസാനിച്ചിരുന്നു. അപ്പോൾ പിന്നെ എന്തിന് നവംബർ 3-ന് ട്രെയിൻ ഓടിച്ചു? പെട്ടെന്നൊരു സ്പെഷ്യൽ ട്രെയിൻ ഓടിക്കാൻ തക്ക തിരക്ക് കർണാൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായോ? അങ്ങനെ തിരക്ക് ഉണ്ടായെങ്കിൽ അതിൻ്റെ റെക്കോർഡ് പരസ്യമാക്കണം. അതായത് തിരക്കുണ്ടായി എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ, അതിൻ്റെ റെക്കോർഡ് പരസ്യമാക്കണം. 3, റെയിൽവേ മന്ത്രാലയം പറയുന്നത് അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിൻ ഓടിച്ചു എന്നാണ്. എന്നാൽ കർണാലിൽ എത്തിയ BJP പ്രവർത്തകർ മാത്രം എങ്ങനെ അൺഷെഡ്യൂൾഡ് ട്രെയിൻ ഓടിക്കുന്നു എന്നുള്ള കാര്യം അവർ സ്വപ്നം കണ്ടോ? അല്ലാതെ പൊതുപ്രഖ്യാപനമോ അറിയിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സിബൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സിബൽ നവംബർ 2-ന് ഇങ്ങനെ ട്രെയിൻ ഓടും എന്ന് പറഞ്ഞ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കള്ളി വെളിച്ചത്തായതോടെ പെട്ടെന്ന് റെയിൽവേ മന്ത്രാലയം ഒരു തട്ടിപ്പ് അറിയിപ്പുണ്ടാക്കി. അടുത്ത ദിവസം, അതായത് 3-ാം തീയതി തിരക്കുള്ളത് കൊണ്ട് അൺറിസർവ്ഡ് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുമെന്ന് ഒരു സർക്കുലർ ഇറക്കി. അതായത് സിബൽ 2-ാം തീയതി വാർത്താ സമ്മേളനം നടത്തുന്നു. അദ്ദേഹം പറയുന്നു അടുത്ത ദിവസം ഇങ്ങനെ 4 ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേക്ക് പദ്ധതിയുണ്ട് ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക്. ഉടനെ റെയിൽവേ മന്ത്രാലയം ഒരു തട്ടിക്കൂട്ട് സർക്കുലർ പുറത്തിറക്കി. അടുത്ത ദിവസം തിരക്കുണ്ടെന്ന് റെയിൽവേ എങ്ങനെ രാത്രിയെ അറിഞ്ഞു എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്.
മുൻകൂട്ടി തീരുമാനിക്കാതെ തിരക്ക് കൂടുമ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ അൺറിസർവ്ഡ് അൺഷെഡ്യൂൾഡ് ട്രെയിനുകൾ അനുവദിക്കുന്നത്. എന്തായാലും ഈ ട്രെയിൻ യാത്രക്കാരുടെ വീഡിയോയും സിബൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ്, അവർ പണം നൽകി എന്നുമാണ്. कहाँ जा रहे हो आप लोग? समस्तीपुर जिला। समस्तीपुर जिला जा रहे हो? हाँ जी। टिकट भाजपा ने कटवाई आपकी? हाँ जी। किस लिए, क्या करने जा रहे हो? हम वोट गिराने के लिए जा रहे हैं। वोट गिराने के लिए? हाँ किसको जी। वोट दोगे? मोदी जी को देंगे। मोदी जी को वोट करोगे? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പണം നൽകി ഇവരെ ഹരിയാനയിൽ നിന്ന് ബീഹാറിലേക്ക് വോട്ട് ചെയ്യാൻ അയച്ചിരിക്കുകയാണ്. പണം കൊടുത്ത് ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആളുകളെ അയക്കുന്നത് കുറ്റകരമായ കാര്യമാണെന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അഭിഭാഷകനായ കപിൽ സിബൽ പറയുന്നു. ഇതുകൊണ്ട് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കാൻ നിയമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സത്യത്തിൽ ഇത് മറ്റൊരു തരം വോട്ട് മോഷണമാണ്. ഇവർ ഹരിയാനയിൽ വോട്ട് ചെയ്തവരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഈ ട്രെയിൻ യാത്രക്കാരെല്ലാം ഹരിയാനയിൽ ഉണ്ടായിരുന്നവരാണ്, അവർ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ ബീഹാറിലും പോയി വോട്ട് ചെയ്യാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളതെന്നും സിബൽ പറയുന്നു. ഇനി നമുക്ക് തേജസ്വി യാദവ് ഉയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് പോകാം. 208 कंपनियां भाजपा शासित राज्यों से उनकी पुलिस आई है। BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 208 കമ്പനി പോലീസാണ് വന്നിരിക്കുന്നത്. बंगाल, कर्नाटका, तमिलनाडु से क्यों नहीं मंगाए भाई? ബംഗാൾ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസിനെ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? झारखंड बगल में, यूपी का आ रहा है, मध्य प्रदेश का आ रहा है, झारखंड अब बंगाल का क्यों नहीं रहा? दोनों बॉर्डर के इलाके में है तो ജാർഖണ്ഡ് തൊട്ടടുത്താണ്. യുപിയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും പോലീസ് വരുന്നുണ്ട്. ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും എന്തുകൊണ്ടാണ് വരാത്തത്? केरला से क्यों नहीं आ रहा? देख लीजिए। കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പോലീസ് സേന വരാത്തത്? अमित शाह जी आए इसीलिए ना, डेरा काहे जमाए हुए हैं गृह मंत्री। അമിത്ഷാ വന്നതുകൊണ്ടാണ്. എന്തിനാണ് ആഭ്യന്തരമന്ത്രി സംസ്ഥാനത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നത്? देश में थोड़ी और कोई काम है? മറ്റ് ജോലിയൊന്നും രാജ്യത്തില്ലേ? जहाँ चुनाव है वहाँ बेईमानी वाला काम है। തെരഞ്ഞെടുപ്പ് ഉള്ളിടത്ത് അവിഹിത കാര്യങ്ങൾ നടക്കുന്നു. पूरा धन, बल, छल, कपट सब लगा रहे, कोई चीज का कमी नहीं छोड़ रहे। മുഴുവൻ ധനം, ബലം, ചതി, കപടം എല്ലാം ഉപയോഗിക്കുകയാണ്. ഒന്നിനും ഒരു കുറവും വരുത്തുന്നില്ല. अमित शाह बिहार को उपनिवेश बनाना चाहते हैं। അമിത്ഷാ ബീഹാറിനെ കോളനിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. बाहरी लोग कब्जा करना चाहते हैं, बिहारी होने नहीं देगा। രണ്ട് കാര്യങ്ങളാണ് തേജസ്വി യാദവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കെത്തുന്ന പോലീസ് സേനയും ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങൾ. രണ്ട്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് വോട്ട് ചെയ്തവരിലെ സ്ത്രീ എത്ര, പുരുഷൻ എത്ര, അല്ലെങ്കിൽ പുരുഷന്മാരെത്ര എന്ന കണക്ക് പുറത്തുവിടാത്തത് എന്തുകൊണ്ട്? ബീഹാറിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് വന്നത് നേരത്തെ പറഞ്ഞതുപോലെ 208 കമ്പനി പോലീസാണ്. ഇവരെല്ലാം വന്നിരിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ്. ബീഹാറിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗാളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും പോലീസിനെ വിളിച്ചിട്ടില്ല. കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസ് സേനയെ വിളിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നാണ് തേജസ്വി ചോദിക്കുന്നത്. പോലീസ് സേനയുടെ കാര്യം മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ കാര്യവും ഇത് തന്നെയാണ്. വിവിധ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനായി ബീഹാറിലേക്ക് അയച്ച IAS ഉദ്യോഗസ്ഥരിൽ 68% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഉള്ളവരാണ്. 243 IAS ഉദ്യോഗസ്ഥരിൽ 14 പേർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. ഗുജറാത്ത് കേഡറിൽ IAS ഉദ്യോഗസ്ഥരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പോഴാണ് ഈ ഗുജറാത്തിൽ നിന്ന് 14 പേര് തന്നെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം എന്തിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദിവസങ്ങളായി പട്നയിൽ തമ്പടിക്കുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്? അദ്ദേഹം എന്താണ് പ്ലാൻ ചെയ്യുന്നത്? അദ്ദേഹം ഉദ്യോഗസ്ഥരെ വെവ്വേറെ വിളിച്ച് സംസാരിക്കുന്നു, വിരമിച്ച ഉദ്യോഗസ്ഥരെയും കാണുന്നു. എന്ത് ഗൂഢാലോചനയാണ് അമിത്ഷാ നടത്തുന്നത് എന്നും തേജസ്വി ചോദിക്കുകയാണ്. പട്നയിലെ മൗര്യ ഹോട്ടലും അമിത്ഷായുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അമിത്ഷാ ഹോട്ടലിൽ എത്തുമ്പോൾ ലിഫ്റ്റിലെ അടക്കം CCTV ക്യാമറകൾ പേപ്പർ കൊണ്ട് ഒട്ടിച്ചു മറയ്ക്കുന്നു. हम लोगों ने भी बहुत सरकारें चलाई हैं. कभी देखा आपने कि CCTV, जो कि एक पब्लिक प्लेस है, CCTV कवर कर दिया जा रहा है कि उनके गृह मंत्री यहाँ है? किससे मिल रहे हैं भाई? छिप छिप कर गृह मंत्री, देखिए ये रहा आपका CCTV. ये तो होटल मैनेजमेंट का है ना इशू, होटल मैनेजमेंट का इशू। होटल मैनेजमेंट पे तो दबाव डाला होगा ना, ऐसे थोड़े होटल मैनेजमेंट का. अभी दोपहर को जब गृह मंत्री नहीं थे तो ये खुला था, अब ये क्यों बंद किया गया?
ആഭ്യന്തരമന്ത്രി ഇവിടെ ആരെയാണ് കാണാൻ വരുന്നത്? ആരുടെ മുഖമാണ് മറച്ചു വെക്കുന്നത്? ആരെ ഭയന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞും കാണേണ്ടി വരുന്നത്? ഇത് ഉദ്യോഗസ്ഥരെയാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തേജസ്വിയും കോൺഗ്രസും പ്രാദേശിക മാധ്യമ പ്രവർത്തകരെയും ചോദിക്കുന്നത്. കപിൽ സിബലിൻ്റെയും തേജസ്വി യാദവിൻ്റെയും വെളിപ്പെടുത്തലുകൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ചോദ്യം ഉയർത്തുന്നതാണ്. സ്ത്രീ പുരുഷ വോട്ടർമാരുടെ കണക്ക് പുറത്തുവിടാത്തത് രാഹുൽ ഗാന്ധി ഹരിയാന ഫയൽസിൽ വെളിപ്പെടുത്തിയ ഒരു പശ്ചാത്തലമുണ്ടല്ലോ, ആ പശ്ചാത്തലം ശരിയാണ് എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയാവുന്ന സ്ഥിതിയാണ്. കാരണം ബ്രസീൽ മോഡൽ പല പേരുകളിൽ പല ബൂത്തുകളിൽ വോട്ട് ചെയ്തത് ഹരിയാന ഫയൽസിൽ നമ്മൾ കണ്ടതാണല്ലോ. അല്ലെങ്കിൽ പിന്നെ സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന ഈ കാലത്ത് സ്ത്രീ പുരുഷ വോട്ടർമാരുടെ കണക്ക് കമ്മീഷന് പുറത്തുവിടാൻ ഇത്രയും സമയം വേണോ? വേണ്ട. മാത്രമല്ല ബീഹാറിൽ സ്ത്രീ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്തു എന്നാണ് പല ഗോദി മീഡിയകളും ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നത്. കമ്മീഷൻ കണക്ക് പുറത്തുവിട്ടിട്ടില്ല, അപ്പോൾ ഗോദി മീഡിയ പ്രഖ്യാപിക്കുകയാണ്. ഇതെല്ലാം നിതീഷ് കുമാർ സ്ത്രീ വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സഹായധനങ്ങൾ ഒരുപാട് കൊടുത്തതുകൊണ്ടാണെന്നും ചില ചാനലുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് സ്ത്രീ വോട്ടർമാർ കൂടുതൽ വോട്ട് ചെയ്തു, അതിന് കാരണം നിതീഷ് കുമാറിൻ്റെ നയങ്ങളാണ്. പക്ഷേ അതല്ല സത്യമെന്നും പുരുഷന്മാരാണ് കൂടുതൽ വോട്ട് ചെയ്തതെന്നും വോട്ടിങ്ങിനെ കുറിച്ച് വിശദമായി പഠിച്ച ചില വിദഗ്ധർ പറയുന്നു. അതായത് സ്ത്രീ വോട്ടർമാരുടെ പേരിൽ എന്തെങ്കിലും കള്ളക്കളി ബീഹാറിൽ നടക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിടാത്തത് എന്ന സംശയമാണ് സ്വാഭാവികമായും ഉയരുന്നത്. അതായത് ബീഹാറിലും പല രീതിയിലുമുള്ള വോട്ട് കൊള്ളയുടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ BJP ആകെ അങ്കലാപ്പിലാണ് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ബീഹാറിൽ നടന്ന പല കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുലർത്തുന്ന കുറ്റകരമായ മൗനവും വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP എന്തൊക്കെ ചെയ്താലും ബീഹാർ പിടിക്കുമെന്ന് തന്നെയാണ് തേജസ്വി യാദവും കൂട്ടരും പറയുന്നത്. അതിനുവേണ്ടിയുള്ള ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് കോൺഗ്രസും വ്യക്തമാക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.